ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ രഞ്ജിത്ത് സാറിൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞാൻ ഇതാ നൈറ്റ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടേ ഉണ്ടായിട്ടുള്ളൂ. വീട്ടിലെത്തി ഫ്രഷായിട്ട് പെട്ടെന്ന് തന്നെ പോവാമെന്ന്. പിന്നെ എന്നത്തെയും പോലെ തന്നെ മുട്ടയ്ക്ക് വണ്ടി വെച്ചിട്ടാട്ടോ പോകുന്നത്. ഭയങ്കര വെയിലായതുകൊണ്ട് വണ്ടിയൊന്നും എടുത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ, 2 വീലർ. അപ്പോൾ ഇതാ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ ഈ ചെരുപ്പെടുത്ത് തന്നിട്ടാണ് പോകുന്നത്. ഭയങ്കര ഹീലുള്ള ചെരുപ്പ്, അതുകൊണ്ടൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ പാവന്നൂർ മുട്ടയ്ക്ക് എത്തിയിട്ടാ. ഭയങ്കര വെയിൽ. ഈ വെയിലത്ത് എങ്ങനെ 2 വീലർ എടുത്തിട്ട് പോകാമെന്ന് ആർക്കും എടുക്കാൻ പറ്റാത്തത്ര വെയിലാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ബസ് വന്നേ. അപ്പോൾ ബസ്സിന് മുട്ട പണി കിട്ടിയിട്ടാ. ബസ്സിലുള്ള ഒരേട്ടന് പെട്ടെന്ന് എന്തോ ക്ഷീണമായിട്ട് അവരപ്പാടെ അവിടെ നിർത്തി ഹോസ്പിറ്റലിലെല്ലാം പോയേട്ടാ. അവർ പാവട്ടാ. പിന്നെ ആരെയും ബസ്സിൽ കയറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ് ഭയങ്കര കാലിയായിരുന്നു കേട്ടോ. കുറേ സമയം ഞാനിങ്ങനെ നിന്ന് ഞാൻ എന്തെല്ലാം കളിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുറേ സമയം നിന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ടാ. ഞാൻ കുറച്ച് സമയം ഉറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ എത്തി. എവിടെയും സ്റ്റോപ്പ് ചെയ്യുന്നൊന്നും ഉണ്ടായിട്ടില്ല ബസ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തി. ഞാൻ മാത്രമേ ബസ്സിൽ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയി ഇതാ ഇതാ കാലിയായ ബസ്സായിരുന്നു. അപ്പോൾ ഇതാ കണ്ടക്ടർ ഇങ്ങനെ വിളിച്ചിട്ട് സംസാരിക്കലായിരുന്നു. പിന്നെ ഇതാ മിനി മാഡത്തിൻ്റെ കാറിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മിനി മാഡം നമ്മുടെ AKG ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇതാ ഷീന മിസ്സും ഉണ്ട്, പിന്നെ ലേബർ റൂമിലെ സുജാത മിസ്സും, പിന്നെ ഹരിതേശി, നമ്മളെല്ലാവരും കൂടിയിട്ട് കാറിനാണ് പോകുന്നത്. പിന്നെ ഇതാ പയ്യാമ്പലത്ത് EK നായനാർ അവിടുത്തെ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണം. അടിപൊളിയായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എന്തൊരു അടിപൊളി സെറ്റിങ്സാണ്. പിന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രഞ്ജിത്ത് സാർ എനിക്ക് ധനലക്ഷ്മിയിൽ ഞാൻ കുറച്ച് നാളുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അപ്പോൾ AKGയിൽ ഇപ്പം സാറ് വന്നതിന് ശേഷം അതുകൊണ്ട് പിന്നെ പോവാണ്ട് ഇരിക്കാൻ പറ്റിയില്ല. സാർ എൻ്റെ കല്യാണത്തിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് മിനി മാഡം. മാഡം നല്ല കമ്പനിയാണ് കേട്ടോ എല്ലാവരുടെ അടുത്തും. മാഡം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അടിപൊളിയാണ്. പിന്നെ ഷീന മിസ്സും സുജാത മിസ്സും ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ. ജീൻസിൽ പൊലിയാണ്. അപ്പോൾ അതാണ് കേട്ടോ രഞ്ജിത്ത് സാറ്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി സദ്യയെല്ലാം കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു. പരിപ്പ് കറി എല്ലാം ഉള്ള നാടൻ സദ്യയില്ലേ, അതുപോലെ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ പായസം 2 തരം ഉണ്ടായിരുന്നു. അപ്പോൾ പായസമെല്ലാം കഴിച്ചു ഇതാ ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിരുന്നു. പിന്നെ ഞാനും ഹരിതേച്ചിയും കൂടിയിട്ട് ഇതാ തിരിച്ച് വരുമ്പോൾ കുറച്ച് വീഡിയോസെല്ലാം ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ തിരിച്ച് ഞാനില്ലേ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. കാരണം ഇവിടുന്ന് അടുത്ത ഏട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ആറ്റടപ്പ ബസ്സിന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.